ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. AR-ലേക്കാണോ സുഭാഷിലേക്കാണോ എന്നറിയില്ല, മിക്കവാറും AR-ലേക്കായിരിക്കും. അപ്പം സാരി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ പോകാൻ വേണ്ടി റെഡി ആയി കേട്ടോ. എല്ലാവരും ഓരോരുത്തരായിട്ട് ആരും ഇറങ്ങിയിട്ടില്ല. ഞാൻ എന്തായാലും പോവാം. എനിക്ക് വണ്ടിയില്ല പോവാൻ. എൻ്റെ വണ്ടി എൻ്റെ ഏട്ടൻ കൊണ്ടുപോയി ഗൈസ്. വണ്ടിയില്ലെങ്കിൽ ഭയങ്കര പാടാണ്. ബസ്സിൽ പോയിട്ട് പുത്താമ്പുള്ളിക്ക് പോകണമെങ്കിൽ വേറെ ബസ്സിൽ പോകണം. അതൊക്കെയാണ് ഒരു ടാസ്ക്. അപ്പോൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ആദ്യമായിട്ട് AR-ലേക്ക് പോകണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണല്ലോ. നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ആണ് കേട്ടോ. ഇവിടെ അടുത്തുള്ളവർക്കൊന്നുമാണ് AR വലിയ ഫേമസ് അല്ലാത്തതായിട്ട് തോന്നുന്നത്. കാരണം ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് AR-ൽ വന്നിട്ട് ഡ്രസ്സ് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാവനും മാവയ്ക്കും ഒരു ഡ്രസ്സ് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരേപോലത്തെ ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് ധാവണി മതി. അപ്പോൾ ഇന്ന് എന്തായാലും എടുക്കണില്ല. ഞങ്ങളത് പോയിട്ട് നോക്കിയിട്ട് പിന്നെ ഒരു ദിവസം പോയിട്ട് എടുക്കാം. കല്യാണത്തിന് ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ ഇനി എന്തോ പറയാൻ പിന്നെ വീഡിയോ കണ്ടോ എൻ്റെ പൊന്നെ. ഇവിടെ നോക്ക്, പിരി എഴുതി കൊക്ക് എൻ്റെ കുട്ടിച്ച്. ഞങ്ങളെ പിരി എഴുതി കൊക്ക. കൊക്കടാ കണ്ണ് ചൊക്കടി പൊണ്ണു. കണ്ണടച്ച് പിടിച്ച എങ്ങനെ കണ്ണിൽ പിരി എഴുതുക? ഇങ്ങനെ കണ്ണ് എഴുതുക. നോക്കട്ടെ, സുന്ദരിയായി നോക്കട്ടെ. ചുണ്ടരിയായി. നമ്മുടെ ശക്തി സുന്ദരിയായോ? ആയോ? ഒരുമിച്ചൊരുമായിട്ട് സുന്ദരിയായോ ചോദിച്ചോക്ക്. സുന്ദരിയായോ ചോദിച്ചോക്ക്. ചോദിച്ചോക്ക്. സുന്ദരിയായോ? എൻ്റെ ശക്തി സുന്ദരിയായോ ചോദിച്ചോക്കിയേ. ലക്ഷ്മി ചിരിക്ക്. അത് പെൻസിലാണേ. അത് നഖക്കട്ടർ. കുട്ടിയുടെ നഖം വെട്ടില്ലേ? അത് നഖം വെട്ടണത് എങ്ങനെയാ? നഖം വെട്ടുക പൊന്നെ, എങ്ങനെ നഖം വെട്ടുക? അങ്ങനെ നഖം വെട്ടണത് നഖക്കട്ടറാണ്. ഞാൻ കണ്ണൻ്റെ വണ്ടി എടുത്തിട്ടാണ് കേട്ടോ പോണത്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുക. ഏട്ടൻ എന്നെ ഇവിടെ കൊണ്ടിറക്കി വിട്ടു. അമ്മ അതെന്താ? അത് നഖക്കട്ടറാണ് പൊന്ന. കുട്ടിക്കെല്ലാം മനസ്സിലായി. ചുമ്മാ വണ്ടി തുടച്ച് ആണോ? പോവാണോ ലച്ചു? ടാറ്റ പോവാണോ? എവിടേക്ക് പോണേ? അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് വണ്ടി എടുത്തിട്ട് അനിയത്തി ഉണ്ട്. അപ്പം എല്ലാവരും കൂടെയാണ് പോണത്. അങ്ങനെ ഞങ്ങൾ AR-ലെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി AR-ലെത്തി. കുറച്ച് പേര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. AR നമ്മൾ എന്താ വീഡിയോസിലൊന്നും കണ്ട പോലെ അല്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ത്രില്ലോടെ പോകുമ്പോൾ തന്നെ ഒരു എവിടേക്ക് കയറി പോകുന്നൊരു പ്രതീതി, അമ്പലത്തിലേക്ക് പോകുന്നൊരു പ്രതീതി. മറ്റേ കുറേ ആനയുടെ നെറ്റിപ്പട്ടങ്ങളും പിന്നെ കൃഷ്ണനും ഒക്കെ ആയിട്ട് ചന്ദനമൊക്കെ ഫ്രണ്ടിൽ വെച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ അറ്റ്മോസ്ഫിയർ കാണാൻ നല്ല സൂപ്പറായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയിരുന്നില്ലേ, അതുകൊണ്ട് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാരി സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് അങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ പോയതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് നല്ല രസമായിരുന്നു. അവിടെ ചെയ്ത് വീഡിയോസ് എടുക്കണോ, കളക്ഷൻസ് കാണണോ, അങ്ങനെ ഭയങ്കരമായിട്ട് അത് ആ കുട്ടിയാണ് കേട്ടോ ഞങ്ങളുടെ സെയിൽസ് ഗേൾ എന്ന് പറഞ്ഞിട്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. പാവം കുട്ടിയായിരുന്നു. നല്ല ക്ഷമയുള്ള നല്ലൊരു കുട്ടിയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. അപ്പൂൻ്റെ വീടിൻ്റെ അടുത്താണ് വീടെന്ന് പറഞ്ഞു കേട്ടോ. ഇഷ്ടമായി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കളക്ഷൻസൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മുകളിലേക്ക് സാരി തിരയാൻ വേണ്ടി മുകളിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് സാരിയൊന്നും അങ്ങനെ കിട്ടിയില്ല കേട്ടോ. അമ്മമാർക്കുള്ള സാരി ആദ്യം കിട്ടി. ഞങ്ങൾക്കൊരു സാരി കിട്ടി. പക്ഷേ അത് ഞങ്ങൾക്ക് 7 പേർക്ക് ഒരുമിച്ച് ഒരേപോലത്തെ വേണം എന്നുള്ളതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ തിരഞ്ഞു. പിന്നെ പറഞ്ഞു നമുക്ക് ഗോഡൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവരുടെ ഒരു ഗോഡൗൺ ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു അടിപൊളി ഗോഡൗൺ അവരൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഞങ്ങൾ തന്നെ ഒരു ട്രാവലറിലാണ് കേട്ടോ അങ്ങോട്ട് ഗോഡൗണിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സെലക്റ്റൊക്കെ ചെയ്തു. നല്ല കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക്
എല്ലാം കൂടി കാണുമ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരെണ്ണം ഇഷ്ടമായി കഴിഞ്ഞാൽ അത് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എണ്ണം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ശരി ഗോഡൗണിൽ പോയി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഗോഡൗണിലേക്ക് പോവാണ്. അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഗോഡൗണിൽ പോയി. ഇതാണ് കേട്ടോ അവരുടെ ഗോഡൗൺ. നല്ല സൂപ്പറാണ് കേട്ടോ. വലിയ അവിടുത്തെ അത്രയും അതേ സെയിം വലിപ്പം തന്നെ ഇവിടെയുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി സെറ്റ് സാരിയുടെ ഒക്കെ കളക്ഷൻ കാണാനുണ്ടല്ലോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെയും കുറേ തിരയലാണ് ടാസ്ക് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ അമ്മയ്ക്ക് സാരി എടുത്തത് കേട്ടോ. അമ്മയ്ക്കും മേമയ്ക്കും വല്യമ്മയ്ക്കുള്ള സാരി ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തു. നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ഒരു വാഴത്തൂമ്പ് കളർ പോലത്തെ സാരി, പച്ചയല്ല മാമ്പഴ കളറല്ലാത്തൊരു തരത്തിലുള്ള സാരി. അവർക്ക് 3 പേർക്കും ഒരുപോലത്തെ. അവർക്ക് അങ്ങനെ കുത്തണ കളറൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ഒരു അധികം ഹെവി വർക്കല്ലാത്തൊരു സാരി എടുത്തു കേട്ടോ. പിന്നെ ഈ സാരി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. ഡബിൾ കളറാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പക്ഷെ അതെന്തോ എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. 5 കൂടെ ചുരിദാറുകൾ നോക്കുകയാണ് കേട്ടോ. ചുരിദാറിൻ്റെ തുണികളാണത്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചുരിദാറൊക്കെ സ്റ്റാർട്ടിങ് 1000 രൂപ മുതലാണ് വരുന്നത്. 1000 രൂപ മുതൽ. പിന്നെ ടോപ്പുകളൊക്കെ വില കുറവിൽ കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് 187 രൂപയുടെ വരെ ടോപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാരി തിരയാൻ വന്നിട്ട് ഞങ്ങൾ വേറെ പല കാര്യങ്ങളായിട്ടാണ് തിരയാൻ പോണത്. അങ്ങനെ രാജുവേട്ടനെ കണ്ടു. രാജുവേട്ടനെ നിൽക്കുന്ന മെറൂൺ കളർ ഷർട്ട് ഫോണിൽ സംസാരിക്കുന്ന ആളാണ് കേട്ടോ അവിടുത്തെ ഓണർ. രാജുവേട്ടനും അരവിന്ദേട്ടനെ കണ്ടില്ല, രാജുവേട്ടനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഞങ്ങളോട് ആൾ നല്ല രീതിയിൽ സംസാരിച്ചു കേട്ടോ. അങ്ങനെ വലിയ ആളാണെന്നുള്ളൊരു പോസൊന്നും ആൾക്കില്ല. കളക്ഷൻസൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ, കിട്ടിയോ, എങ്ങനെയുണ്ട് കസ്റ്റമർ സർവീസ് അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് സാരി അവിടെ നിന്നും കിട്ടിയില്ല. കുറച്ച് അമ്മമാർക്കുള്ള സാരി എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ തിരിച്ച് ഹെയറിലേക്ക് തന്നെ എത്തി കേട്ടോ. അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ സാരി എന്തോ കുഞ്ചലം കെട്ടാനോ അങ്ങനെ എന്തോ മേമയ്ക്കൊരു സാരി എടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾ ചിക്കൻ്റെ അമ്മയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി, മേമ പിശുക്കത്തരാണ് കേട്ടോ. ചോറ് മേടിച്ചെന്നില്ല, ഒരു തുള്ളി വെള്ളം മേടിച്ചെന്നില്ല, ഒന്നും മേടിച്ചിട്ടില്ല. ഞങ്ങളതുകൊണ്ട് ബാങ്ക് ജോലിക്കാരി എഞ്ചിനീയറുടെയും UK-കാരുടെയും അമ്മ. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു വെള്ളം പോലും വാങ്ങിച്ചതില്ല. മേമ ഇന്നലെ വിളിച്ച് സെറ്റപ്പ് ആക്കി ചേച്ചിയോട് ചോറ് വാങ്ങിച്ചു തരാൻ വേണ്ടി. ഇവിടെ വന്നിട്ട് ചോറ് കഴിഞ്ഞില്ല, ചപ്പാത്തി ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്തു. ഒരു വെള്ളം മേടിച്ചു തരാൻ പറഞ്ഞിട്ട് വെള്ളം മേടിച്ചെന്നില്ല ഗൈസ്. നിങ്ങളൊന്ന് ആലോചിച്ചു. ARന്ന് ആ രാജുവേട്ടന്റെ കനിവുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ കുപ്പി വെള്ളം കിട്ടി. കുട്ടി പറയണേണ്ടാ ഇതൊക്കെ ഇടുന്ന നാണക്കേട് അത്ര. എന്ത് നാണക്കേട്, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ നോക്കി മോഡൽ താരാണ് കേട്ടോ. ഇത് അഞ്ജുവിന്റെ വീടാണ് കേട്ടോ. എന്റെ 2ാമത്തെ മേമയുടെ വീടാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്. ഇനി വീണ്ടും ARലേക്ക് പോവാട്ടോ. അപ്പൊ ഞങ്ങള് വീണ്ടും ARലേക്ക് പോവാനുണ്ട്. അവിടെ സാരി ഇങ്ങനെ കുഞ്ചലം കെട്ടാൻ വേണ്ടി കൊടുത്തിരിക്കാനുണ്ടോ, അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്, എനിക്കറിയില്ല. അപ്പൊ ഞങ്ങള് വീണ്ടും പോകും. ആളിനും അവനും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അവര് അവിടെ കിടന്നിട്ട് ബഹളം വെക്കുന്നുണ്ട്. അഞ്ചു നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയില്ല പറഞ്ഞിട്ട്. നെക്സ്റ്റ് നെക്സ്റ്റ് ടെക്സ്റ്റൈൽസ് സുഭാഷിൽ ഞങ്ങൾക്കുള്ള സാരി കിട്ടില്ല. ബ്ലൗസ് നേരെ നിവർന്ന് നിൽക്കുക. സാരിയുടെ ഭംഗി അറിയണമെങ്കിൽ അപ്പൂന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭംഗി ഉണ്ടാവും അപ്പു പറഞ്ഞപ്പോ അപ്പു കൊടുക്കട്ടെ. സാരി മേക്കിംഗ് ഏത് സാരി വേണമെന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിടിപ്പിച്ച് നോക്കിയിട്ട് ഭംഗിയുള്ളത് എടുക്കാന്ന് പറഞ്ഞു. നെക്സ്റ്റ് സ്റ്റോപ്പ്, നെക്സ്റ്റ് കട. ഇങ്ങനെ കേറി ഇറങ്ങി നടക്കട്ടെ. ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ല ഗൈസ്. അടുത്ത കടയാണ് കേട്ടോ. അപ്പോൾ AR കഴിഞ്ഞു, സുഭാഷ് കഴിഞ്ഞു, അടുത്ത കട. ഇതാ
ഞങ്ങൾക്ക് സുഭാഷെന്നും AR ഒന്നും സാരി കിട്ടിയില്ല. വീണ്ടും ഞങ്ങൾ നല്ല പുതിയൊരു കടയിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഇത് വീണ്ടും അവിടെ നിന്നും കിട്ടാണ്ട് ഞങ്ങൾ വീണ്ടും ARലേക്ക് വന്നു. ARൽ കൊക്കക്കായ കണ്ടോ, അതാണ് നിൽക്കണത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കണ്ണൻകുട്ടി ലച്ചുട്ടിയും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ 2 ഷോപ്പൊന്നും കിട്ടിയില്ല. വീണ്ടും ഞങ്ങൾ ARൽ വന്നിട്ടാണ് ഞങ്ങൾക്ക് സാരി എടുത്തത് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ടോ. ഞാൻ വീട്ടിലെത്തിയിട്ടില്ല, അനിയത്തിയുടെ വീട്ടിലാണ്. അപ്പോൾ ARലെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ.